Hi all, Assalamu alaikum. The very good morning. Hope you are doing well. Get Ami here. എല്ലാവർക്കും സുഖമാണ് സന്തോഷമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ ഗ്രേറ്റ്. ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ മണി അല്ലേ. നമ്മൾ ഈ മണി എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഓരോരുത്തരുടെയും ലൈഫ് എടുത്ത് നോക്കുമ്പോൾ പറയുമല്ലേ, പണം അതൊരു വല്ലാത്തൊരു സംഭവമാണ് മക്കളെ എന്ന് നമ്മൾ ഓരോരുത്തരോടും പറയാറുണ്ടല്ലേ. എന്തുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക്ക് നിങ്ങളെ മുന്നിലേക്ക് വന്നത്? കാരണം പണം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്കിന്ന് എവിടെയും റെസ്പെക്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഇനി പണം ഇല്ലേ, നമ്മൾ ഓരോരുത്തരെയും നമ്മളെ മാറ്റി നിർത്തും. അതൊക്കെ നമ്മൾ ഓരോരുത്തരും ലൈഫിൽ പഠിച്ചിട്ടുണ്ടാവില്ലേ. ഇന്ന് പണം ഇല്ലവരെ, മണി ഇല്ലവരെ നല്ല രീതിയിൽ ബഹുമാനിക്കുകയും അവർ പറയുന്ന ഓരോ കാര്യങ്ങൾ കേട്ടിരിക്കുകയും അവർ പറയുന്ന കാര്യത്തിലൊക്കെ അവർ ഫോക്കസ് കൊടുക്കുകയും അവരെ ഹെൽപ്പ് ചെയ്യുകയും ഒക്കെ ചെയ്യുമല്ലേ പണം ഉണ്ടെങ്കിൽ. ഇനി പണമില്ലാത്ത പാവപ്പെട്ട ഒരുപാട് ടീം മെമ്പേഴ്സിൻ്റെ കാര്യത്തിലേക്കാണ് ഈ ഒരു സംഭവം നടക്കുന്നുണ്ടെങ്കിൽ അവരെ ഒരിക്കലും ചേർത്ത് പിടിക്കലോ അല്ല അവർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധ കൊടുക്കുകയോ ഒന്നും ചെയ്യൂല. നമ്മൾ ഓരോരുത്തരെയും ലൈഫ് പഠിച്ചിട്ട് ഞാൻ പറയുകയാണ്, ഇന്ന് പണം ഉണ്ടോ നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും നമ്മളെ മുന്നിലേക്ക് വരും. അത് ബഹുമാനമായാലും എന്തായാലും പണം ഇല്ലേ നമ്മൾ ഓരോരുത്തരെയും മാറ്റി നിർത്തും. എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, അധ്വാനിച്ചിട്ട് പണം നേടിയെടുക്കാം. നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക. ഓരോ വർക്ക് ചെയ്യുമ്പോൾ ഓരോ അതിൻ്റേതായ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. കാരണം വർക്ക് ചെയ്താലേ നമുക്ക് പണം ഉണ്ടാവുകയല്ലേ. ഇപ്പോൾ ഓരോരുത്തരും പറയാറുണ്ട്, രാവിലെ വർക്ക് കഴിഞ്ഞ് ഡ്യൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നൈറ്റിൽ എന്തിനാണ് ഡ്യൂട്ടി എടുക്കുകയെന്ന് ചോദിക്കുന്ന ഒരുപാട് ടീം മെമ്പേഴ്സ് ഉണ്ടല്ലോ. എന്തുകൊണ്ടാണ്? അവർക്ക് വേണ്ടത് എമൗണ്ടാണ്. കാരണം എമൗണ്ട് ഉണ്ടെങ്കിൽ ജീവിതം മുന്നോട്ടേക്ക് പോകും. എമൗണ്ട് ഉണ്ടെങ്കിൽ ഇന്ന് എല്ലായിടത്തും ബഹുമാനങ്ങളുണ്ടാവും. ഇനി ഇതൊന്നില്ലേ, അവരിങ്ങനെ വിലയിരുത്താൻ തുടങ്ങും, അവന് വിലയില്ലാതെ ആക്കാൻ തുടങ്ങും. അവനക്കൊരു ബഹുമാനം ആരും കൊടുക്കൂല. അധ്വാനിക്കണം, നേടണം, വിജയം നിങ്ങളെ മുന്നിലേക്ക് ഇരിക്കണം. എവിടെയും നമ്മൾക്ക് ഒരു പൊസിഷൻസ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ പരമാവധി അധ്വാനിച്ചേ മതിയാവും. ഇനി അധ്വാനിക്കുന്ന കുട്ടികളായിക്കോട്ടെ അല്ലെങ്കിൽ അധ്വാനിക്കുന്ന ടീം മെമ്പേഴ്സ് ആയിക്കോട്ടെ, അവർ ചൊറിയുന്ന ഒരുപാട് ടീം മെമ്പേഴ്സൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ അധ്വാനിക്കുന്ന പിള്ളേരെ കയറി ചൊറിയാൻ നിന്ന പിള്ളേർ അതുപോലെ ആ ഒരു പണി അവർ പിന്നീട് തരുന്നതായിരിക്കും. അധ്വാനിക്കുക, എമൗണ്ട് ഉണ്ടാക്കുക, നല്ല അടിപൊളിക്കായിട്ടുള്ള ഗോൾ സെറ്റ് ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോവുക. ഇറ്റ്സ് മീ ഗെറ്റ് ആമി ടോക്ക്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ടീം മെമ്പേഴ്സ് ആണെങ്കിൽ പെട്ടെന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു, ബൈ.